എന്തിനാണ് കമ്പനി രജിസ്ട്രേഷനിൽ പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ്? ഇതിനോട് എന്ത് ബെനിഫിറ്റ് ആണ്? ഈ ഓരോന്ന് എടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് ഇതിൽ ഏതാണ് നമ്മളെ കമ്പനിക്ക് ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, LLP ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, ഏതാണ് എടുക്കേണ്ടത്? രണ്ട് പേര് തുടങ്ങുന്ന സംരംഭത്തിൽ എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം? ലീഗൽ കോംപ്ലയൻസ് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷനുകളല്ലേ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഉള്ള സംശയമാണ്. പല വ്യക്തികളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ LLP എടുക്കണോ, പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കണോ, അതോ പാർട്ട്ണർഷിപ്പിൽ നോർമലി രജിസ്റ്റർ ചെയ്താൽ മതി, അങ്ങനൊരു ഡൗട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ടോട്ടലായിട്ടൊരു റെഫറൻസ് ആയെന്നുള്ള രീതിക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ സ്ഥാപനം ഒരു ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയൊരു ലൊക്കേഷനിൽ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അത് സ്കെയിലബിൾ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് രണ്ട് പേര് പാർട്ട്ണർ ഉണ്ട്, അതിന് മുകളിൽ ലോണോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, വലിയ എമൗണ്ട് ലോസും വരില്ല, അങ്ങനത്തെ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടായാൽ മതി. അല്ല, നിങ്ങളൊരു ബിസിനസ് ഒരു ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോൾസെയിലറായിട്ട് വേറൊരു ടീമിനെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അവിടേക്ക് ഒരു ക്രെഡിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്ര വാല്യൂ ഉണ്ടാവില്ല. അതിന് പകരം LLP പ്രൈവറ്റ് ലിമിറ്റഡോ വെക്കാന്നുണ്ടെങ്കിൽ ഒരു പടി മുകളിലായിരിക്കും. ഈ LLP പ്രൈവറ്റ് ലിമിറ്റഡും പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിനേക്കാളും ഒന്നുകൂടി മുകളിൽ ക്രെഡിബിലിറ്റിൻ്റെ കാര്യത്തിൽ LLPൻ്റെ മുകളിലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വരിക. പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമ്മൾ LLPയിലേക്ക് മാറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ LLPയിൽ ലിമിറ്റഡ് ആയിരിക്കും ലയബിലിറ്റിയും കാര്യങ്ങളും വരിക. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെ LLPയും പ്രൈവറ്റ് ലിമിറ്റഡും നിൽക്കും. എന്നാൽ ഈ സമയത്ത് പാർട്ട്ണർഷിപ്പിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. പാർട്ട്ണർഷിപ്പിൽ വരുന്ന ലോസുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ബെയർ ചെയ്യേണ്ടി വരിക ആ പാർട്ട്ണർഷിപ്പിലുള്ള ഓണേഴ്സ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പിന് ലിമിറ്റഡ് ലയബിലിറ്റി അല്ല ഒരിക്കലും വരിക. അതായത് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ വരുന്ന ലോസിന് ആ കമ്പനീൻ്റെ അസറ്റും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് പിന്നെ നമ്മൾ പൈസ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പിൻ്റെ ഓണേഴ്സ് ആരാണോ പാർട്ട്നേഴ്സ് അവരെ പേഴ്സണൽ അസറ്റ് വിറ്റിട്ടാണെങ്കിലും നമ്മൾ ആ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. ഇനി അതേ സ്ഥാനത്ത് പാർട്ട്ണർഷിപ്പ്, അതായത് LLP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ, LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ, അവിടെ എന്താണോ കമ്പനികൾക്കുള്ള അസറ്റ് അതിൽ ലോസ് എല്ലാം ബെയർ ചെയ്യും. അല്ലാതെ ആ കമ്പനിയിലെ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ട്ണറെ അസറ്റിലേക്കോ അല്ലെങ്കിൽ അവരെ പേഴ്സണൽ അസറ്റിലേക്കോ ഒന്നും ഇത് വരില്ല. അതിന് കൂടാതെ നമുക്ക് ഇതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കമ്പനി ആകുമ്പോൾ ക്രെഡിബിലിറ്റി കൂടുതലായിരിക്കും. അതായത് LLP ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പിനേക്കാളും കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പിന് ബാങ്കിൽ നിന്നൊരു ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് റേസിങ് കിട്ടുന്നതിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു LLP ആകുമ്പോൾ ഫണ്ട് റേസിങ് പാർട്ട്ണർഷിപ്പിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. എന്നാൽ LLP പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അത്ര സുഖകരമായിട്ട് LLPക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്, അതുപോലെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അതിന് മുകളിൽ മേടിക്കാൻ കഴിയുന്നതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് 2 മുതൽ 50 വ്യക്തികളെയാണ് ആഡ് ചെയ്യാൻ പറ്റുക. എന്നാൽ LLPയിൽ മിനിമം 2 പാർട്ട്നേഴ്സ് വേണം. മാക്സിമം എന്നൊരു ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ് അതിൽ പാർട്ട്നേഴ്സ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ മിനിമം 2 ഷെയർ ഹോൾഡേഴ്സ്, മാക്സിമം 200 ഷെയർ ഹോൾഡേഴ്സാണ് പറ്റുക. പിന്നെ ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു രീതിക്ക് ചെയ്യണുള്ളൂ, ബെറ്റർ ആക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ വരുമാനമൊന്നും വേണ്ട, ഇപ്പോൾ കിട്ടുന്ന വരുമാനം അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ മതി, അല്ല വലിയ സ്കെയിലപ്പ് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോണം. എന്നാൽ ബിസിനസ് കുറച്ച് ഹോൾസെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്, കുറച്ച് സ്കെയിലപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഫാമിലി ബിസിനസ്സൊക്കെ ആയിട്ട് കൊണ്ടെടുക്കുന്ന വ്യക്തികളാണ്, എന്നാൽ പുറത്തുനിന്ന് വേറെ ഫണ്ട് റേസിങ്ങോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ ആഡ് ചെയ്യാനോ പോകുന്നത്, നിങ്ങൾ ഫാമിലിയിലുള്ള ആൾക്കാർ തമ്മിൽ റൺ ചെയ്യുന്നൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് LLP ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. എൻ്റെ കേസ് നമ്മളൊരു സ്കെയിലപ്പ് ചെയ്ത്, അതായത് ഇന്നൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന രീതിക്ക് അടുത്ത കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മളൊരു നാഷണൽ ലെവലിൽ ഒരു ഹൈ ലെവലിലേക്ക് പോകണം, നല്ലൊരു സ്കെയിലപ്പ് ഉള്ളൊരു ബിസിനസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾ ഓപ്ഷൻ. നമ്മൾ ജസ്റ്റ് നിങ്ങൾ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ LLP ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, അല്ല ഇനി അതൊന്നും വേണ്ട ജസ്റ്റ് ഒരു പാർട്ട്ണർഷിപ്പ് മതി എന്നുണ്ടെങ്കിൽ അത് ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളെ റിക്വയർമെൻ്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്യേണ്ടത്.
നിങ്ങൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്താൽ അതിനുള്ള സജഷൻ നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും കൂടുതൽ റിക്വയർമെൻറ്റ് കാര്യങ്ങളോ LLP ഇൻകോർപ്പറേഷൻ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേഷൻ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ.